നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഠിനംകുളത്ത് വെഞ്ഞാറമൂട് സ്വദേശിയായ ആതിര എന്ന യുവതിയെ വീട്ടിനുള്ളിൽ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കഴിഞ്ഞ ദിവസമുണ്ടായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അതിദാരുണമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. എന്നാൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആതിര ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്താനാകുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസം ആതിരയുടെ ഭർത്താവ് വെളിപ്പെടുത്തിയത് ഈ ഒരു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവിന്റെ വധഭീഷണി ആതിരയ്ക്ക് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം ഭർത്താവ് നടത്തിയിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം മലയാളി വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ച ആതിരയുടെ ഒരു ബന്ധു അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതായത് ഇരുവരുടെയും, ഈ രാജീവിന്റെയും അതുപോലെ തന്നെ ആതിരയുടെയും വിവാഹത്തിന് മുന്നേ അദ്ദേഹം ആതിരയ്ക്ക് നൽകിയ ചില ഉപദേശങ്ങൾ, അദ്ദേഹം എങ്ങനെയാണ് ഇവർ വിവാഹം കഴിഞ്ഞത് എന്നതടക്കമുള്ള ചില കാര്യങ്ങളാണ് ബന്ധു മലയാളി വാർത്തയോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ വിവാഹം നടന്നത് തന്നെ ഞാനായിട്ടാണ് നടന്നത്. എൻ്റെ അടുത്ത് ഈ അച്ഛനും അമ്മയും വന്ന് ചോദിച്ചു. എൻ്റെ മരുമകളുടെ ഭർത്താവും കൂടെ വന്ന്, എനിക്ക് അപ്പുറത്താണ് വീട്, ഇതിൻ്റെ അപ്പുറത്ത് എൻ്റെ കുടുംബം, എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് എൻ്റെ സമ്മതം കൂടെ അറിഞ്ഞിട്ടാണ് ഞാൻ എല്ലാ ഉപദേശങ്ങളും അവർ അച്ഛൻ്റെ അമ്മയടുത്തും പറഞ്ഞാണ് ഈ വിവാഹം നടത്തിയത്. അല്ലെങ്കിൽ ഇത് നടക്കില്ല. അത് കാരണം പോറ്റിയിലെ ജീവിത സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്നയൊക്കെ സംഭവങ്ങളുണ്ട്. അത് പോറ്റിയുമായിട്ട് ഒത്തു പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ, പോറ്റിക്ക് പറയും പോലെ 365 ദിവസവും ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആലോചിച്ച് വേണം തീരുമാനിക്കാനുള്ളത്. കാരണം പോറ്റി പറയണ സമയത്തൊന്നും സിനിമയ്ക്ക് പോകാനോ ടി വി കാണാൻ പോകാനോ മറ്റതിന് പോകാനോ മറിച്ചതിന് പോകാനോ ഒന്നും പോറ്റിയെ ഒന്നിനും കിട്ടില്ല. അങ്ങനെ നോക്കി ചെയ്യരുത്. അപ്പോൾ വളരെ ക്ഷമയും ശീലമൊക്കെ ഉള്ള നല്ല രസമാണ്. നമ്മളിതൊക്കെ ഭയങ്കര കാര്യമാണ്. ബന്ധുത്വത്തിനേക്കാളേറെ ആരുടെ ഒരു പിണക്കം മനോഭാവമൊന്നുമില്ല. അങ്ങനെ ഞാൻ തന്നെ ഇവിടെ ഒരു പാചകം അമ്മാവിക്ക് കൊണ്ടായിരുന്നു. ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. പാചകത്തിന് ഞാൻ കൂടെ പോയി അവിടെ നിന്ന് സെറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ട് പിന്നീടാണ് ഇവിടെ വന്ന് ആ നിമിഷം തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇവരങ്ങ് പോയി. ഈ പോറ്റിയിലെ അച്ഛനും ഈ പെണ്ണിൻ്റെ അമ്മയും അച്ഛനുമാണ് ആ പാചകം ചെയ്ത് തന്നെ പ്രത്താനഗരം അമ്പലത്തിൽ. എന്നിട്ട് അവർ വന്നിട്ട് ഇവിടെ നിന്നില്ല. ഒരു 4 മണിയൊക്കെ ആവും അവർ വരുമ്പോൾ. അവർ തന്നെയാണ് പാചകക്കാർ, മെയിൻ പാചകക്കാർ അവരാണ്. അവർക്ക് ഒരു 10,200 പേരുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാനും ആ ക്ഷേത്രത്തിൽ പോയിരുന്നു. ആ കല്യാണത്തിൽ പോയിട്ട് വെഞ്ഞാറമൂട് പ്രദേശത്ത്. വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട് അങ്ങ് എത്തണ്ട, പാറയ്ക്കലെന്ന് പറയും. അപ്പോൾ ഇവർ താമസിക്കുന്നത്, ആതിരയുടെ അമ്മൂമ്മയൊക്കെ താമസിച്ചത് ചേലയെന്ന് പറയും. ആതിരയെ വിവാഹം കഴിച്ചുകൊണ്ട് പോയത് പാറയ്ക്കലാണ്. ആതിരയുടെ അമ്മ അറേഞ്ചായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ചോദിച്ച് എൻ്റെ സമ്മത കാര്യങ്ങളെല്ലാം പോറ്റിയെക്കുറിച്ച്, ഒരു പോറ്റിയുമായിട്ടുള്ള ജീവിത ബന്ധങ്ങളും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം സഹിച്ച് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കാൻ ഉദ്ദേശിച്ചാണ്. അച്ഛനും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു എല്ലാ ഉപദേശങ്ങളും. കാരണം ഇപ്പോഴത്തെ പിള്ളേരെ പേടിച്ച് ചെറുപ്പക്കാർക്ക് ഓടിപ്പോയി സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ, മറ്റൊരു ആവശ്യങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോറ്റിയെ സംബന്ധിച്ച് കിട്ടില്ല. കാരണം 365 ദിവസവും ക്ഷേത്രത്തിൽ രാവിലെ 4:30 എഴുന്നേറ്റ് കുളിച്ച് 5 മണിക്ക് പോയി നട തുറന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വൈകിട്ട് 7:30 മണി 8 മണി ചിലപ്പോൾ 10 മണി വരെ ആവും. ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണി കൂടുതൽ ചില വിളക്ക് സമയങ്ങളിലൊക്കെ 2 മണി 10 മണി 11 മണിയൊക്കെ ആയാണ് രാത്രി തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ അതിനൊത്തൊക്കെ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇതാക്കാൻ പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞിട്ട് അത്യാവശ്യം എന്തെങ്കിലും ആട്ടോ വിളിച്ചാണ് അവർ പോണത്. ഈ അമ്മാവച്ചേക്കാനും പിന്നെ അവർ കൂടെ ഓടി വരും. എല്ലാം എന്തുകൊണ്ടും ജീവിതം വളരെ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ പൊതുജനം പലരും പല അഭിപ്രായങ്ങൾ പറയണം. എന്താണെന്നൊന്നും സത്യത്തിൽ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പറ്റിയൊന്നും അറിയില്ല. ഇതൊന്നും അറിയില്ല. ഇത് ഒരു കാര്യങ്ങളും സത്യത്തിൽ നമുക്കറിയത്തില്ല.